വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ ശാരദാമ്മയോട് പറയുന്നുണ്ട്, എന്നാ പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ശിവനെയും കൂട്ടി വിടാമെന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങോട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അന്നേരം അല്ല, അത് വേണ്ട സത്യാമ്മയെ, നമ്മൾ പിന്നെ വേറെ വണ്ടി വിളിച്ചു പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അതെന്തിനാ വേറെ വണ്ടി വിളിക്കുന്നത്, ഇവിടുത്തെ വണ്ടി വെറുതെ കിടക്കുകയല്ലേ, പിന്നെ ശിവനെ എന്തിനാ നിർത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി തന്നെയാണ്, ഇനി ഒന്നും പറയണ്ട, ശിവനെയും കൂട്ടി വിടാം, അത് മതി എന്നിങ്ങനെ ഭാമ തീർത്ത് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് പിന്നീട് എതിർത്ത് പറയാൻ സാധിക്കുന്നില്ല. ഇതേ സമയം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ മഹേന്ദ്രനാണെങ്കിൽ നിർമ്മലയോട് പറയുന്നുണ്ട്, ചന്ദ്രയെ പെണ്ണ് കാണാനായിട്ട് ഇന്നൊരു കൂട്ടർ വരുമെന്ന് പറയുക. അന്നേരം ഇത്ര പെട്ടെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ വരട്ടെ എന്ന് ചോദിച്ചു, ഞാൻ വന്നോളാൻ പറഞ്ഞു. പിന്നെ വരുന്ന ചില്ലറക്കാരൊന്നും അല്ല, പയ്യനെ ഇൻകം ടാക്സിലാണ് ജോലി, പിന്നെ യൂത്ത് വിങ് സെക്രട്ടറിയാണ്, എന്തുകൊണ്ട് നല്ലൊരു ബന്ധമാണ് ഇത് എന്ന് പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം അതെന്താ വേണ്ടാത്തത്, പിന്നെ ഇത് സമയം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നല്ല കൂട്ടരാണ്, എല്ലാം ഒത്തു വന്നത് തന്നെയാണെന്ന് നിർമ്മല പറയുന്നുണ്ട്. എന്നാലും വേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടി ഇഷ്ടപ്പെടേണ്ടതെന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛനൊന്നേ പറയാനുള്ളൂ, എൻ്റെ രണ്ട് മക്കളും കൂടി എന്നെ അങ്ങോട്ട് തോൽപ്പിക്കാനായിട്ട് നിൽക്കല്ലേ, മകനാണെങ്കിൽ എന്നെ തോൽപ്പിച്ച് അടപടലം തോൽപ്പിച്ച് എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഇനി നീ കൂടി തോൽപ്പിക്കാനാണ് ഇറങ്ങുകയാണെങ്കിൽ അച്ഛനെ വെള്ള പുതപ്പിച്ച് എവിടെയെങ്കിലും കിടത്താനേ പറ്റത്തുള്ളൂ എന്ന് കേട്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ചന്ദ്രയ്ക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. അന്നേരം ഒരു ഫോൺ വരുന്നുണ്ട് മഹേന്ദ്രന്. അന്നേരം എത്തിക്കോ, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം അവരിപ്പോൾ വരും, പെട്ടെന്ന് പോയി റെഡി എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ചന്ദ്രയും നിർമ്മലയും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് അവിടെ സത്യഭാമ രോഹിത് ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം സത്യഭാമയാണെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്, ഇത് കയ്യിൽ വെച്ചോ, പണമില്ല എന്ന് കരുതി അവിടെ എന്താവശ്യം വന്നാലും മാറി നിൽക്കരുത്, അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ കണ്ടറിഞ്ഞ് നീ ചെയ്യണം, അതിനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൈസ കൊടുക്കുകയാണ്. അന്നേരം കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഇതും കൂടി അങ്ങോട്ട് വച്ചേരാന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ശിവൻ വന്നതിന് ശേഷം നമ്മുടെ ബിസിനസ്സൊക്കെ പഴയ പോലെ വരുന്നുണ്ട്. പിന്നെ അത് നമുക്ക് എന്തുകൊണ്ടും ഭാഗ്യം തന്നെയാണ്. മകനുള്ളതാണെങ്കിൽ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയല്ലേ, അവനാണെങ്കിൽ വലിയൊരു ബാധ്യത തന്നെയാണ്, വിഷ്ണു വലിയൊരു ബാധ്യത തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ട് പോയത്, അവൻ പോയി തളരട്ടെ, തളഞ്ഞുമ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ വരുമ്പോൾ ഞാനവനെ കേറ്റില്ല, പുറത്ത് നിർത്തത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭാമ സങ്കടമൊക്കെ വന്നാണ്, കണ്ണൊക്കെ നിറഞ്ഞാണ് ഇങ്ങനെ ശിവനെക്കുറിച്ച് എന്ന് വെച്ചാൽ വരുമ്പോൾ കേറ്റില്ല എന്നൊക്കെ പറയുന്നത്, വിഷമം വന്നാണ് പറയുന്നത്, ഒരു പിണക്കം വന്ന പോലെ സംസാരിക്കുകയാണ്. ഇതുകൊണ്ട് രോഹിത്തിന് വിഷമമാവുന്നുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെയും ചോദിക്കുമ്പോൾ അല്ല, നീ ഇങ്ങനെ പോവുക, ശിവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടാക്കിയേനെ എന്നിങ്ങനെ പറഞ്ഞ് തീരുമ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ ജീപ്പുമായിട്ട് ശിവൻ എത്തുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മയെന്നും പറഞ്ഞ് അകത്തോട്ട് കയറി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ രോഹിത്തിനെ കുടുംബശ്രീ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിനെന്താ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. നിനക്ക് കഴിയുമ്പുറത്ത് കാവ് എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ അവിടെ നിന്ന് പണം വല്ലതും കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതല്ല, ശാരദാമ്മയുടെ കുടുംബശ്രീ അല്ല ശാരദാമ്മയുടെ കുടുംബക്ഷേത്രമാണ്, അവരെ അവിടം വരെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. അന്നേരം അതിനെന്താ, അത് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. തുടർന്നെങ്കിൽ നിങ്ങൾ പോയിട്ട് വാന്ന് പറയുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അമ്പലത്തിനെ കുറിച്ച് കൂടി അന്വേഷിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് രോഹിതും ശിവനും കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഭാമ അവിടെ ആ കസേരയിൽ ഇരിക്കുകയാണ്. ഇറങ്ങിയതിന് ശേഷം വണ്ടിയുടെ അടുത്ത് എത്തുമ്പോൾ എങ്കിൽ ബൈ സത്യാമ്മയെന്ന് ഇങ്ങനെ ശിവനാണെങ്കിൽ കൈയെടുത്ത് കാണിച്ച് പോയിട്ട് വരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമയ്ക്ക് പെട്ടെന്ന് അത് വിഷ്ണുവാണ് അങ്ങനെ പറയുന്നത്, വിഷ്ണുവാണ് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നതെന്ന് ഭാമയ്ക്കൊരു എന്തോ ഒരു ഉൾവിളി എന്ന പോലെ ഭാമ എഴുന്നേറ്റ് നോക്കുകയാണ്. അന്നേരം അവർ ശിവൻ്റെ സ്ഥാനത്ത് വിഷ്ണുവിനെയാണ് ഭാമ കാണുന്നതും, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നു. ഭാമ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ ചിരിച്ചുകൊണ്ട് വണ്ടിക്കകത്തേക്ക് കയറുന്നുണ്ട്, രോഹിത്തും കയറുകയാണ്. അന്നേരം പോകാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ വണ്ടിയെടുത്ത് പോവുകയാണ്. അന്നേരവും ആ ഒരു വിഷ്ണു നിൽക്കുന്നതായിട്ടും ശിവൻ പറഞ്ഞതും ഒക്കെ ഭാമ ഇങ്ങനെ മനസ്സിലിട്ട് ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ പയ്യനും ഒരു കൂട്ടുകാരനും കൂടി വരുന്നുണ്ട്. അന്നേരം മേനോൻ സാറിൻ്റെ മകൻ പറഞ്ഞ് മകനെന്ന് ചോദിച്ച് പയ്യൻ ഏതാണെന്ന് തിട്ടപ്പെടുത്തുന്നുണ്ട്. അന്നേരം മേനോൻ സാർ ഞാനുമായിട്ടുള്ള ബന്ധം സർവീസിൽ കയറിയപ്പോഴേ തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് മക്കൾ തമ്മിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് മതി നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് മേനോൻ സാർ പറഞ്ഞു എന്നൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് നോക്കിയിട്ട് നിർമ്മലയെ ചായ എടുത്തു എന്ന് പറയുകയാണ്. ഈ സമയത്ത് നിർമ്മലയാണെങ്കിൽ ചായ കൊണ്ട് ചന്ദ്രയിലേക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്ര ഒരു റെഡിയായി തന്നെ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി തന്നെ നിൽക്കുകയാണ്. അന്നേരം എനിക്കെങ്ങും വയ്യ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുക. അന്നേരം പിന്നെ മോൾ എന്താ തീരുമാനിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മിണ്ടിപ്പോവരുത്, ഒരുത്തൻ്റെ ഇഷ്ടം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, നീ പിന്നെ എന്നെ കൊലയ്ക്ക് കൊടുക്കരുത്, ഇത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ചന്ദ്രൻ നിൽക്കുമ്പോൾ അവിടെ മഹേന്ദ്രൻ വീണ്ടും വിളിക്കുന്നുണ്ട്, നിർമ്മലയെ ചായ എടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട്. അന്നേരം മോള് തൽക്കാലം ഇത് കൊണ്ടുപോയി, അവർ വന്ന് കാണുന്നു എന്നല്ലേ ഉള്ളൂ, ഇനിയും കടമ്പകൾ ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം, നിൻ്റെ ശരീരത്തിൽ ജീവൻ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അമ്മ പറയുകയാണ്, എൻ്റെ മോള് ചെല്ലി, ഇപ്പോൾ ആരോടൊന്നും പറയണ്ടെന്ന്
പറയുന്നുണ്ട്. അവിടെ ചെന്ന് പറയുമെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അവസാനം നിർമ്മല പറയുന്നത് കേട്ടിട്ട് ചന്ദ്ര ചായയായിട്ട് പോകുന്നുണ്ട്. നിർമ്മല പിന്നാലെ പലഹാരങ്ങളൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. അവിടേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ഇതാണ് മേനോൻ സാറിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് മോള് പയ്യന് തന്നെ ആദ്യം ചായ കൊടുക്കുക എന്ന് പറയുമ്പോൾ പയ്യന് ചന്ദ്ര ചായയൊക്കെ കൊടുക്കുന്നുണ്ട്, പലഹാരങ്ങളൊക്കെ അവിടെ വയ്ക്കുകയാണ്. അന്നേരം പയ്യൻ ഇങ്ങനെ ചന്ദ്രയെ തന്നെ അടിമുടി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പേര് ചന്ദ്ര എന്നല്ലേ ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല, എനിക്കിഷ്ടമായി എന്നിങ്ങനെ ഈ പയ്യനങ്ങ് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കിയിട്ട് ചന്ദ്ര പെട്ടെന്ന് അങ്ങ് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ ഒന്നും വല്ലാതാവുന്നുണ്ട്. പക്ഷെ മഹേന്ദ്രൻ പെട്ടെന്ന് ചിരി വരുത്തി പറയുന്നുണ്ട്, നാണക്കാരിയാണ്, ഞാൻ വളർത്തിയതും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിർമ്മലയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ പയ്യനും കൂട്ടുകാരനും അതങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ ശിവനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ഒരു റോഡ് അരികിൽ വെച്ച് അവരിങ്ങനെ കാണുന്നുണ്ട്. അന്നേരം പിന്നെ എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏട്ടൻ വന്നൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഞാൻ എൻ്റെ സ്ഥാനം തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താണ്, നിനക്കറിയില്ല ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പോൾ പിന്നെ ഞാൻ വന്ന് നിൻ്റെ കല്യാണ കാര്യത്തിൽ തീരുമാനം പറയാനൊക്കെ എനിക്ക് എന്താ ഉള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവർ നല്ല ആലോചനയല്ലേ, നീ അങ്ങോട്ട് അതുകൊണ്ട് വീട്ടുകാരുടെ അച്ഛൻ പറയുന്ന അനുസരിച്ച് അങ്ങോട്ട് സമ്മതിക്കുമെന്ന് എനിക്ക് വേറൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ശിവൻ പെട്ടെന്ന് അങ്ങ് തിരിയുകയാണ്. അന്നേരം ഏട്ടനും കൂടി എന്നെ കൈവിട്ടാൽ എൻ്റെ സങ്കടങ്ങൾ പിന്നെ ഞാൻ ആരോടാണ് പറയുക, ഞാൻ പോയി വല്ല കടുങ്കയും ചെയ്യും എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, എൻ്റെ മോളെ ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞതാണ്, എനിക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശിവൻ ഇങ്ങനെ ചന്ദ്രയെ തന്നെ ശ്രദ്ധിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല ഇത്രയും നല്ലൊരു കല്യാണാലോചന വന്നിട്ട് വേണ്ടാന്ന് പറയാനായിട്ട് നിനക്ക് വേറെ എന്തെങ്കിലും മനസ്സിലിരിപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്ര ഇങ്ങനെ ആദ്യം പറയുന്നില്ല, എന്നിട്ട് പറയുകയാണ്, എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട് എന്നിങ്ങനെ, എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. അന്നേരം ചുമ്മാതല്ല, നീ അറിഞ്ഞുകൊണ്ട് എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്, അല്ല ആരാള്, വല്ല വേലയും പണിയും ഒക്കെ ഉള്ള ആളാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഡോക്ടറാണ്, പ്രകാശ് എന്നാണ് പേര് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ്, ഏട്ടൻ വന്നൊന്ന് സംസാരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം എടി മോളെ, ഞാൻ വന്ന് സംസാരിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ, അതിനേക്കാൾ നല്ലത് നീ ആ പയ്യനോടും വീട്ടുകാരോടും വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാനായിട്ട് പറയുമെന്ന് പറയുകയാണ്. പിന്നെ പയ്യൻ ഡോക്ടറും കൂടി ആകുമ്പോൾ ചിലപ്പോൾ എന്നോടുള്ള വാശിക്ക് പിന്നെ ഡോക്ടറിൽ നിന്ന് വീഴുമ്പോഴേ അച്ഛൻ ചിലപ്പോൾ അങ്ങ് വീഴും. അപ്പോൾ എന്നോടുള്ള വാശിക്ക് ചിലപ്പോൾ അപ്പം തന്നെ കല്യാണം നടത്തിയെന്നും വരും. അതാണ് നല്ലത്, നീ അവനോടും വീട്ടുകാരോടും വന്ന് വീട്ടിൽ വന്ന് പെണ്ണ് ആലോചിക്കാൻ പറയുമെന്ന് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ ചന്ദ്രയ്ക്ക് അവിടെ പ്രകാശൻ അനാഥനാണോ എന്ന് അറിയാമോ ഇല്ലയോ എന്നുള്ള ഒരു സീനോടെ അറിയാമെന്നാണ് തോന്നുന്നത്. എന്നാൽ ശാലിനിയുടെ കാര്യമൊക്കെ ചന്ദ്രയോട് ഒരിക്കൽ പ്രകാശ് അവിടെ ഒന്ന് പറഞ്ഞല്ലോ, ആ സീൻ അത്രയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ റസാഖ് അവിടെ പിന്നെ രേഷ്മയുടെ ആ ഒരു ഷോപ്പിലേക്ക് വരുന്നുണ്ട്. പിന്നെ റസാഖ് ബൈക്കിലാണ് വരുന്നത്, പോലീസ് സ്റ്റേഷനിലൊന്നുമല്ല, സാധാ ഡ്രസ്സിലാണ് വരുന്നത്. അന്നേരം വണ്ടി നിർത്തുമ്പോൾ ഈ രേഷ്മ അവിടെ നിന്ന് കാണുന്നുണ്ട്. അന്നേരം രേഷ്മ പെട്ടെന്ന് ആകെ ടെൻഷനായിട്ട് പിന്നെ ആ ഒരു ശെൽവത്തിൻ്റെ മകൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കുട്ടി ഇവിടെ ജോലിക്കുണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടി ചെല്ലുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് അതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. അന്നേരം എന്നെ ആക്കാം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആ റസാഖ് സാർ വന്നിട്ടുണ്ട്, അയാൾ നിന്നെ കാണണ്ട, നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ പറഞ്ഞിട്ട് താഴേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസാഖിനൊരു ഫോൺ വന്ന് കുറച്ച് സമയം അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് രേഷ്മ മുകളിലേക്ക് ആ പെൺകുട്ടി അവിടെ കൊണ്ട് ആക്കുന്നത്. എന്നിട്ട് റസാഖ് ഇങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ രേഷ്മയാണെങ്കിൽ പെട്ടെന്നില്ല സ്റ്റെപ്പ് ഓടി ഇറങ്ങി പെട്ടെന്നില്ല കിതച്ച് ആകപ്പാടെ ടെൻഷനായിട്ട് റസാഖിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം എന്താ സാർ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ വല്ലാതെ കിതയ്ക്കുന്നത്, എന്തെങ്കിലും തിരക്കിട്ട വല്ല ജോലിയിൽ മറ്റോ ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിയതിൻ്റെ ഇതാണെന്ന് പറയുകയാണ്. അന്നേരം സ്റ്റെപ്പ് ഇറങ്ങിയതിൻ്റെതോ കയറിയതിൻ്റെയോ എന്നിങ്ങനെ റസാഖ് ചോദിക്കുന്നുണ്ട്. സാധാരണ ആളുകൾക്ക് സ്റ്റെപ്പ് കയറുമ്പോഴാണ് ഇങ്ങനെ കിതയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ രേഷ്മയുടെ ആ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടിട്ട് റസാഖിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. എന്നിട്ട് മുകളിൽ വേറെ ഫ്ലോർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സാരിയുടെയൊക്കെ സെക്ഷൻ അവിടെയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സാറിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു മുണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് റസാഖ് അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റും എല്ലാവരെയൊക്കെ നോക്കുകയാണ്. എന്നിട്ട് ഇവിടെയാണ് സാർ മുണ്ടിൻ്റെ സെക്ഷൻ എന്നിങ്ങനെ പറഞ്ഞ് മുണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം രേഷ്മയാണെങ്കിൽ ആ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഒന്നല്ലാതെ റസാഖ് ഇങ്ങനെ നോക്കുമ്പോൾ രേഷ്മ ആ മുകളിലേക്ക് ശ്രദ്ധിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം റസാഖ് പെട്ടെന്ന് പറയുന്നുണ്ട്, അല്ല ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, സാരിയുടെ സെക്ഷൻ മുകളിലാണെന്നല്ലേ പറഞ്ഞത്, സിസ്റ്ററിനുള്ളിൽ സാരി വേണമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ മുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും രേഷ്മ ടെൻഷൻ ആവുകയാണ്. അവിടെ കിടന്ന് പെട്ടെന്ന് ഒരു മുണ്ടെടുത്തിട്ട് ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം രേഷ്മ മുന്നേ പോകാൻ തുടങ്ങുമ്പോൾ അല്ല അവിടെ വേറെ സ്റ്റാഫുകളില്ലേ എന്ന് ചോദിക്കുക.
ചോദിക്കുകയാണ്. അന്നേരം കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങളുടെ സന്തോഷം എന്നിങ്ങനെ പെട്ടെന്ന് രേഷ്മ പറഞ്ഞൊപ്പിക്കുകയാണ്. അന്നേരം അത് ബില്ലിടുമ്പോഴും ഉണ്ടായാൽ മതി, അതാണ് ഞങ്ങൾക്കും സന്തോഷം എന്നിങ്ങനെ തിരിച്ച് റസാക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു മോളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ സാരിയുടെ സെക്ഷൻ്റെ അവിടെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചുരിദാർ ആയാലും മതി എന്ന് പറഞ്ഞിട്ട് റസാക്ക് ഒന്ന് രണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ആ മോളിൽ നിന്ന് ആ തമിഴ്നാട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ അപ്പുറ സൈഡിലൂടെ റസാക്ക് കാണാതെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. റസാക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ചുരിദാർ എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു അപ്പുറത്തെ സൈഡിൽ കൂടെ ആ മിററിൽ കൂടി ഈ പെൺകുട്ടി ബേക്കിൽ നിന്നിട്ട് ഇങ്ങനെ മറഞ്ഞു നോക്കുന്നത് ആ മിററിൽ കൂടി റസാക്ക് കാണുകയാണ്. അന്നേരം ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് റസാക്കിനെ ഓർമ്മിക്കുമ്പോൾ ആ ഒരു ശെൽവത്തിൻ്റെ വീട്ടിൽ അന്ന് ശാലിനിയായിട്ട് പോയപ്പോൾ ആ ഒരു ശ്മശാനത്തിലെ ആ ഒരു ദഹിപ്പിച്ച ആളിനെ വീട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയെ കണ്ടത് ഇങ്ങനെ റസാക്ക് ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പക്ഷേ രേഷ്മയും ആ പെൺകുട്ടിയും കാണുന്നില്ല റസാക്ക് കണ്ടു എന്നുള്ള. റസാക്ക് മിററിൽ കൂടെയാണ് ഈ കുട്ടിയെ കാണുന്നത്. അന്നേരം എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല സാർ, അങ്ങനെ ആരും ഇല്ല, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല, സാധാരണ ഇങ്ങനെ ടെക്സ്റ്റൈൽസൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാഫ് കാണും, അവർക്കാകുമ്പോൾ കൂലി കുറച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അത് വലിയ ചിലവാണ് സാർ, അവർക്ക് പിന്നെ താമസ സൗകര്യം ആഹാരമൊക്കെ ഒരുക്കണം, ഇത് സമീപ പ്രദേശങ്ങളിൽ നിന്നാകുമ്പോൾ അവർ ദിവസം വീട്ടിൽ പോയി വരുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ മാത്രമേ ഇവിടെ സ്റ്റാഫായിട്ടുള്ളൂ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതുവരെ ഉള്ളൂ, നാളെ അങ്ങനെ ഉണ്ടാകണമെന്നില്ല എന്നിങ്ങനെ രേഷ്മ തീർത്ത് പറയുമ്പോൾ അപ്പോൾ ഇതുവരെ അങ്ങനെ ഉള്ളൂ എന്നിങ്ങനെ ഒന്നുകൂടി എടുത്ത് റസാക്ക് ചോദിക്കുകയാണ്. അന്നേരം അതേന്നിങ്ങനെ രേഷ്മ തറപ്പിച്ച് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ എങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് റസാക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ ചുരിദാറും ചോദിക്കുകയാണ്. അന്നേരം അത് ഞാൻ അവളെയും കൂട്ടി വരാം, ഈ പെണ്ണുങ്ങൾക്കല്ലേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റൂ, ഞാൻ എടുത്താലും ശരിയായില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് റസാക്ക് അങ്ങ് താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഈ പെൺകുട്ടി വീണ്ടും രേഷ്മയുടെ അടുത്തേക്ക് വന്നിട്ട് എടുക്കുകയാണ്. അന്നേരം നിന്നെ സാർ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവരാകെ ടെൻഷനിലായിട്ടും നിൽക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്തിനെയും കൊണ്ട് ശിവനാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. രോഹിത് ഇറങ്ങുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവിടം വരെ വന്നിട്ട് ശാരദാമ്മയുടെ കുടുംബശ്രീ ചായക്കടയും വീടും ഒന്നും കണ്ടില്ല എന്ന് അങ്ങനെ ഒരു പരാതി വേണ്ട, എന്തായാലും ഇറങ്ങിയേക്കാം, എല്ലാവർക്കും ഒരു സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശിവൻ ആദ്യം ഇങ്ങനെ കാല് എടുത്ത് വെച്ച് ഇറങ്ങുന്നതും ഇങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതും ഒക്കെ ഇങ്ങനെ വിഷ്ണുവിൻ്റെ ആ ഒരു സീൻ എന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അപ്പോൾ ഇതാണല്ലേ കുടുംബശ്രീ പിന്നെ ഹോട്ടൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഹോട്ടലിൻ്റെ ബോർഡൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അന്നേരം എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ചിട്ട് പൈസയും കൊടുത്ത് ഇറങ്ങുന്നതല്ലാതെ ഇതിനകത്തെ സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ല, ഇനി സ്വന്തമായിട്ട് ചായ കൂടി ഇട്ട് കുടിച്ചാൽ അതോടുകൂടി എല്ലാം ഓക്കെ ആകും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രോഹിത്താണെങ്കിൽ ശിവൻ പറയുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശിവനങ്ങ് ഹോട്ടലിലേക്ക് പോവുകയാണ്. അന്നേരം രോഹിത്ത് അല്ല അകത്തോട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ ശിവൻ പക്ഷേ ഹോട്ടലിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ മൊത്തം ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ശങ്കരേട്ടനും വേറൊരാളും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അന്നേരം ഇതാണല്ലേ സെറ്റപ്പ്, കൊള്ളാമല്ലോ, നല്ലൊരു വൈബൊക്കെ തന്നെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആരാ എന്നിങ്ങനെ ശങ്കരേട്ടൻ ചോദിക്കുമ്പോൾ ഇവിടുത്തെ ആൾ തന്നെയാണ്, സത്യമ്മയുടെ വീട്ടിൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശങ്കരേട്ടൻ തലവിളിക്കുകയാണ്, നല്ല ചേട്ടന് കറിയില്ലല്ലോ, ഒഴിച്ചു തരട്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ഒഴിച്ചോ എന്ന് പറയുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം അടുത്ത ഒരാളാണെങ്കിൽ ഒരു ചായ എനിക്ക് എന്ന് പറയുമ്പോൾ അതിനെന്താ ഇപ്പോൾ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ മുമ്പ് അവിടെ വന്നിട്ടുണ്ട്, എല്ലാവരെയും പരിചയമാണ് എന്നുള്ളത് പോലെ അങ്ങോട്ട് സ്വന്തം എന്ന പോലെ അങ്ങോട്ട് പെരുമാറുകയാണ്. ഈ സമയത്ത് അകത്ത് നിന്ന് അവിടെ രോഹിത് മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. പിന്നെ ശ്യാമയാണെങ്കിൽ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷം അവരിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത് അങ്ങോട്ടത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇങ്ങോട്ടത്തേക്കുള്ള വഴിയൊക്കെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്നെ ശാരദാമ്മ പറഞ്ഞു വിട്ടതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് വന്നതല്ല, സ്വന്തം ഭാര്യയെ കാണാനായിട്ട് വന്നതല്ല എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തിനും ഒരു ചെറിയ പിണക്കം പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തിരിച്ചും അങ്ങോട്ട് ചോദിക്കാനുള്ളത്, സ്വന്തം ഭർത്താവിനെ കാണണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശാരിക അകത്തുനിന്ന് ഒരു പാത്രമൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. രണ്ടുപേരും കൂടി കണ്ട ഉടനെ അങ്ങോട്ട് വഴക്ക് തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്നെ ശാരദാമ്മ പറഞ്ഞു വിട്ടതാണ്, അപ്പോൾ പക്ഷേ ഞാൻ വന്നതേ അനിയത്തിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടമായില്ല, എങ്കിലും ഞാൻ വന്ന വഴിക്ക് അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങോട്ട് തിരിയുകയാണ്. എന്നാൽ ശാരിക പറയുന്നുണ്ട് രോഹിത്തിന് പോയിട്ട് തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. പെട്ടെന്ന് ജീപ്പ് കണ്ടിട്ട് ജീപ്പിലാണോ വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, ശിവനും കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ ഈ പറഞ്ഞു കേട്ടിട്ടല്ലാതെ ആ മുതലിനെ ഒന്ന് നേരെ കണ്ടിട്ടില്ല എന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം ആൾ ദേ കടയിലേക്ക് പോയിട്ടുണ്ട്, സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എവിടെയായാലും സ്വന്തം വീട് പോലെ പെരുമാറുന്നവരെ സൂക്ഷിക്കണം എന്നാണ് പറയാറുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് അങ്ങനെയുള്ളവരെ അല്ലേ എന്നും പറഞ്ഞ് തിരിച്ച് രോഹിത്തും പറയുകയാണ്. മതി രണ്ടുപേരും, എന്തായാലും ആ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ ആ വാന്നിങ്ങനെ രോഹിത്ത് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി പിന്നെ ഹോട്ടലിൻ്റെ ആ മുറ്റത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. മൂന്നുപേരും കൂടി മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പിന്നെ ശിവനാണ്
വിഷ്ണുവാണെങ്കിൽ ആകപ്പാടെ കറി ഒഴിക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, ആകപ്പാടെ ഒരു ബഹളം. പക്ഷേ ഈ ശ്യാമയ്ക്കും രോഹിത്തിനും ഈ ശിവനെ കാണുമ്പോൾ വിഷ്ണു ഹോട്ടലിനകത്ത് നിൽക്കുന്നതായിട്ടാണ് അവരിങ്ങനെ കാണുന്നതൊക്കെ. വിഷ്ണു എങ്ങനെയാണോ അവിടെ ഇടപഴകുന്നത് അതുപോലുള്ള ഒരു സീനാണ് അവർക്ക് തോന്നുന്നതും. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അമ്മയില്ല, ശാരദാമ്മ എവിടെ ചോദിക്കുമ്പോൾ അമ്മയില്ല എന്ന് പറയുന്നതും അവിൽ നനച്ചതിൻ്റെ കാര്യമൊക്കെ പറയുന്നതും ഒക്കെ. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ, പിന്നീട് വീഡിയോയുടെ ദൃശ്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്